ഹായ് ഹലോ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നിരവധി മോഡലിംഗ് ഷോ, ആഡ് ഫിലിംസ്, മൂവീസ് എല്ലാത്തിലും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താരമാണ് മാസ്റ്റർ ദേവി. ഇതാണ് എന്റെ പുത്തൻ ബ്രൈബാൻ ഗ്ലാസ്. ഇത് പൊട്ടിച്ച് എന്റെ കാല് ഞാൻ തല്ലുകൊടുത്തിരുന്നു. എനിക്ക് 5 വയസ്സൊക്കെ ആയപ്പോൾ ഈ സ്പേസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കാണ് ആകാശ വിസ്മയം എന്ന സോളാർ സിസ്റ്റംസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക്. നമ്മൾ കാഷ്വലായി വാൾക്ക് ചെയ്യണ പോലെയല്ല റാമ്പിൽ നമ്മൾ വാൾക്ക് ചെയ്യുന്നത്. ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്തത്. ആദ്യം ഡബിങ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ ഫസ്റ്റ് ടൈം ആയിരുന്നു എങ്ങനെ ഡബ് ചെയ്യണമെന്ന്. അപ്പോ ഞാൻ അവരൊരു സ്ക്രീനിൽ നമ്മൾ അവരെ ഷോട്ട് കാണിച്ചതും ആ മൂമെന്റില് ഞാൻ അവർ ഡയലോഗ് പറയുന്നു, ആ മൂമെന്റില് അത് പറയുന്നു. ഞാൻ ചെറുതാവുമ്പോൾ വലുതാണ്, പക്ഷെ വയസ്സാവുമ്പോഴും ഞാൻ ചെറുതാവും. നിങ്ങൾക്കറിയോ? ഒരു മിനിറ്റ്, നിങ്ങൾക്കറിയോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം തന്നെയാണ്. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ, കുറച്ച് 1 വീക്കായി. ആദ്യ സിനിമ വിജയ് സാറിന്റെ തെലുങ്ക് സിനിമയാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എന്തായിരുന്നു അനുഭവം? ഊട്ടി സിംഗാര വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിന് അത്യാവശ്യം ദൂരമുള്ള ഒരു പ്ലേസ് ആണ്. നല്ല ലോങ് റൂട്ടാണ്. ജംഗിൾ, എലഫന്റ് ഒക്കെ ഇറങ്ങണ ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ ഞങ്ങള് പോയി അവസാനം ലൊക്കേഷനിൽ എത്തി. ആ തെലുങ്ക് മൂവി കാരണം തന്നെ ചെറിയ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? അവര് പറയുമ്പോ ഒരു ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ കൂട്ടിയായിരുന്നു പറയാറ്. അപ്പൊ അവരുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു? ഞങ്ങൾ മലയാളം പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഭാഷ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും മാനേജ് ചെയ്തു. നല്ല രസമായിരുന്നു ആദ്യത്തെ തെലുങ്ക് പടം. അപ്പൊ എത്ര മോഡലിംഗ് കമ്പനികളായിട്ടാണ് ഇപ്പം ഇതിനോടകം മോഡലിംഗ് ആയിട്ടുള്ളത്? കമ്പനി കുറെ കമ്പനികൾ ചെയ്തിട്ടുണ്ട്. റാംഷോയില് 5 കമ്പനി, അല്ലാണ്ട് മീഷോ, ഫ്ലിപ്കാർട്ട്, സൈബോ അങ്ങനത്തെ കുറെ ഓൺലൈൻ ഷോപ്പീസും അങ്ങനത്തെ കമ്പനികളുണ്ട്. പിന്നെ മോഡലിംഗ് റാമ്പിങ്ങിന്റെ കമ്പനീസും ഉണ്ട്. മോഡലിംഗ് ആണോ ആക്ടിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരേപോലെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മോഡലിംഗ് പറഞ്ഞാൽ നമ്മൾ ഡയലോഗ് കുറവാകും, ചിലതിൽ ഡയലോഗ് ഉണ്ടാകും. ഇപ്പൊ മോഡലിംഗ് മീഷോയിൽ ഡ്രസ്സിന്റെ മോഡലായി വരുമ്പോ അതിൽ ഡയലോഗ് ഒക്കെ കുറവാകും. അതിൻ്റെ ചെറിയ ഈസി മോഡലിംഗിൽ വരുന്നുണ്ട്. ആക്ടിങ് ആകുമ്പോൾ അതിനായ പ്രാക്ടീസും അതിന്റെ ഡയലോഗും ഒക്കെ ഉണ്ടാവും. രണ്ടും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയിൽ ഈ പഠനവും വരുന്നുണ്ടല്ലോ. മോഡലിംഗും അല്ലാത്ത പരിപാടി എല്ലാം പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതും മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ കൂടുതൽ ഷോവും സൺഡേ, സാറ്റർഡേ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തായിരിക്കും കുറെ ഷോസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പഠനത്തിന് അത് ബുദ്ധിമുട്ടാവുന്നില്ല. വേദിക്കിന്റെ സ്ഥലം എവിടെയാണ് വരുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മലപ്പുറത്ത് അരീക്കോടാണ് എന്റെ വീട് വരുന്നത്. അമൃത വിദ്യാലയത്തിലെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇപ്പൊ സ്കൂളില് സപ്പോർട്ട് ചെയ്യണ്ട വെച്ചാൽ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. താരമാണോ? ഞാൻ അങ്ങനെ ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കുട്ടികളെയും ഒരു നോർമലായിട്ട് നടക്കാനാണ് എങ്ങനെയാണ് അതേപോലെ നടക്കാനാണ് എനിക്ക് ഇഷ്ടം. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. അമ്മ അതേ സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ ടീച്ചറാണ്. രണ്ടുപേരും ടീച്ചറാണ്. സലാമിയ മെഹദി എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടല്ലേ? ആ മൂവി ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞങ്ങളെ നാട്ടിൽ വെച്ചായിരുന്നു, തിരൂരായിരുന്നു, മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അതൊരു മുസ്ലിം ക്യാരക്ടർ ആയിട്ടായിരുന്നു. ആ ഒരു ലാംഗ്വേജ് വലിയ പ്രോബ്ലം അല്ല, എന്നാലും ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്തോ? അറബിക് വേർഡ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തു. അതേപോലെ തന്നെ വെള്ളത്തിന്റെ സീനൊക്കെ ഉണ്ട്. അന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം പറഞ്ഞ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ വെള്ളത്താണ് ആ വൈറസ് കൂടുതൽ കാണപ്പെടുക. അപ്പൊ വെള്ളത്തിലുള്ള ഷൂട്ടിൽ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? വെള്ളമൊക്കെ എന്ത് ചെയ്തു? ക്ലീൻ വാട്ടർ ആണ്, എന്നാലും ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം നന്നായിട്ട് ചെയ്തു. ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരു പുസ്തകമൊക്കെ എഴുതിയെന്ന് കേട്ടു. എഴുതിയിട്ടുണ്ട്. ആകാശ വിസ്മയം എന്നാണ് ആ ബുക്കിന്റെ പേര്. കാരണം ഞാൻ
എനിക്ക് 5 വയസ്സൊക്കെ ആയപ്പോൾ ഈ സ്പേസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൻ്റെതായി ഞാൻ ഇതിന്റെ വീഡിയോസും അതൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ട് അതിന് ക്രേസ് കൂടി. ആ ക്രേസോടെ ഞാനൊരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കാണ് ആകാശ വിസ്മയം എന്ന സോളാർ സിസ്റ്റംസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, അടിപൊളി. ഈ ഇടയായിട്ട് ബെസ്റ്റ് കിഡ് എന്നുള്ളൊരു ടാഗ് ലൈൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ ഈ റാം ഷോയിലും മോഡലിംഗിലൊക്കെ പോകുമ്പോൾ എന്താണ് ഇപ്പൊ മറ്റു കുട്ടികളോട് പറയാനുള്ളത്? അപ്പൊ അവര് പുതിയ കുട്ടികൾ ഇതുപോലെ വരാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ കാഷ്വലായി വാൾക്ക് ചെയ്യണ പോലെയല്ല റാമ്പിൽ നമ്മൾ വാൾക്ക് ചെയ്യേണ്ടത്. അതിനായ കുറച്ച് പ്രാക്ടീസും ടാലന്റും വേണം. അതേപോലെ പോസസ് കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ സെൽഫ് ഇൻട്രോ പേജന്റ് ഷോസ് ആണെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടി എന്തൊക്കെയാണ് എഫേർട്ടാണ് എടുക്കാറുള്ളത്? മെന്റലി എന്തൊക്കെയാണ് ദേവിക്ക് എടുക്കാറുള്ളത്? അപ്പോൾ ഡയറക്ടർ എങ്ങനെ പറയുന്നു അത് ചെയ്യുന്നു. അതിന്റെ ഒപ്പം എന്റെ കൂടെയുള്ള ചെറിയ എഫേർട്ടുകളൊക്കെ ഇടുള്ളൂ. അത് മാക്സിമം ഞാൻ പെർഫെക്റ്റ് ആക്കി ചെയ്യാം. അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മാക്സിമം ആ ഒരു ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനോട് ആക്ട് ചെയ്തിട്ടാണ് അതൊരു എന്റെ കഴിവിലൂടെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അപ്പം ഇതുവരെ ചെയ്ത വർക്കില് ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ്? ഒരു ഹാപ്പി ഫൺ മൊമെന്റ് ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ എന്റെ പൊന്നച്ഛൻ എന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു. അതിൽ ഹില്ലൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നല്ല വ്യൂവും നല്ല ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അതൊരു നല്ലോണം ഹാപ്പി ആയി തോന്നിയിട്ടുണ്ട്. ദേവിക്കിന് ഇപ്പം ശരിക്കും ഒരു മോഡൽ ആവാനാണ് ആഗ്രഹം അല്ലേ? ആക്ടർ മോഡൽ ഒക്കെ ആവാനാണ് ആഗ്രഹം. അപ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്? ഇഷ്ടപ്പെട്ട ആരാണ്? ആക്ടേഴ്സ് ആയിട്ട് അപ്പൊ അതില് എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനത്തെ മമ്മൂട്ടിനെയാണ് കൂടുതലായിട്ട്. കാരണം അവരുടെ ആക്ടിങ്ങും ആ ഒരു പെർഫെക്ഷനും. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഈ അടുത്ത ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടിരുന്നോ? ദൃശ്യം 3 കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടോ? തുടരും കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. അതില് അവരുടെ ആക്ടിങ് ഒക്കെ കണ്ട് ഒബ്സർവ് ചെയ്യാറുണ്ടോ? അത് അവർ നല്ല പെർഫെക്റ്റ് ആയി ചെയ്യുന്നു. അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ദേവിക്ക് മോഹൻലാൽ ഫാൻ ആണല്ലേ പറഞ്ഞേ? അപ്പൊ മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട മൂവി ഏതാ? സ്ഫടികം പറഞ്ഞ മൂവി ഇഷ്ടമാണ്. സ്ഫടികം ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഫടികത്തിലെ ഒരു ഡയലോഗ് ചെയ്താലോ? ഒരു ഡയലോഗ് 3 ഇമോഷൻസിൽ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഡയലോഗ് എന്താന്ന് വെച്ചാൽ, ഇതാണ് എന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ വെട്ടു. ഇതൊരു 3 ഇമോഷൻസിൽ പറയാൻ പറ്റുമോ? ഒന്ന് സീരിയസ് ആയിട്ട് പറയാം, ഒന്ന് കോമഡി ആയിട്ട് പറയാം, ഒന്ന് ഇമോഷൻ ആയിട്ട് പറയാം. ഒന്ന് ട്രൈ ചെയ്താലോ? ഇതാണ് എന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ്, ഇത് പൊട്ടിച്ച എന്റെ കാല് ഞാൻ തല്ലിട്ടു. കോമഡി ആയിട്ട് പറഞ്ഞു. ഇതാണ് എന്റെ പുത്തൻ ക്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ച എന്റെ കാല് ഞാൻ വെട്ടു. കൊള്ളാം. ഇനി എങ്ങനെയാ? ഇമോഷൻ ആയിട്ട് ചെയ്തോ? ഇതെന്റെ പുത്തൻ ഡ്രൈവിംഗ് ക്ലാസ് ആണ്, ഇത് ചവിട്ടി പൊട്ടിച്ച എന്റെ കാല് ഞാൻ വെട്ടു. ഇപ്പൊ മൂവീസിലോ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കരയാൻ പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ കരയാനൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് കണ്ണീരൊക്കെ വരുന്നത്? എന്ത് ചെയ്യും? ഗ്ലിസറിൻ യൂസ് ചെയ്യോ? ഗ്ലിസറിൻ അല്ല, ചിലപ്പോൾ യൂസ് ചെയ്യാ. നമ്മൾ ആർട്ടിഫിഷ്യലായി നമ്മളെ തന്നെയാണ് നമ്മളെ ലൈഫിലത്തെ സാഡ് മൊമെന്റ് തിങ്ക് ചെയ്യാ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായി വിഷമം വരും. അങ്ങനെ സാഡ് ഇമോഷണലും ഞാൻ ചെയ്യുന്നു. ദേവിക്ക് മോഡലിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ടോ? നമ്മൾ മോഡലിങ്ങിന് അനുസരിച്ച് കൺട്രോൾ ഒക്കെ ചെയ്യണം. ഇപ്പൊ ഒരു ഡെയിലി 10 minutes എക്സസൈസും ഡയറ്റും ഒക്കെ. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ ഡെയിലി? ഒരു 5 minutes 10 minutes ഒക്കെ അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി അപ്പൊ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് റാമ്പിലൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താണ്? അങ്ങനെ വെച്ചാൽ ഡെസേർട്ട്, ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ടോ ഇതിനു വേണ്ടിട്ട്? ഇതിനു വേണ്ടി മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. മന്തി കഴിക്കാറുണ്ടോ? ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഏതാണ് ടീം? പോർച്ചുഗൽ ആണ് ടീം.
ഓക്കെ, കാണാറുണ്ടോ? ഫ്രീ ടൈമിലൊക്കെ കാണാറുണ്ട്. സ്കൂളിലൊക്കെ കളിക്കാറുണ്ടോ? സ്കൂളിൽ PT സമയത്ത് ഫുട്ബോൾ കളിക്കാറുണ്ട്. കളിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്താണ്? ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഔട്ട്ഡോർ ഗെയിമിൽ ഫുട്ബോളാണ്. ഓൺലൈൻ ഗെയിമോ? മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ്. വേറെ എന്താണ് ഹോബീസ് ദേവിക്കിന്റെ? ഞാൻ ഡ്രോയിങ് ചെയ്യും, പിന്നെ ഫ്രീ ടൈമിൽ TV കാണും, പിന്നെ സൈക്കിൾ ഓടിക്കും. പുറത്തേക്കൊക്കെ പോകാറുണ്ടോ? ഇപ്പൊ ഒരു ഡൽഹി ട്രിപ്പ് പോയി വന്നു. ഹെറിറ്റേജ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്ത ഒരു ടൂർ ആയിരുന്നു. ഓക്കെ, അതിലെ ഒരു ട്രിപ്പ് ഫാമിലി പോയതാണ്. ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട ടോപ്പിക് ഒക്കെ എന്താണ്? സോളാർ സിസ്റ്റം, സ്പേസ്, അതാണ് എനിക്ക് കൂടുതൽ ക്രേസ് ഉള്ളത്. കാരണം ഇപ്പൊ പ്ലാനറ്റ്സ് തന്നെ ഭയങ്കര മിസ്റ്ററി ആയിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഇപ്പൊ ജുപ്പിറ്റർ പറഞ്ഞ പ്ലാനറ്റ് അവിടെ ഉണ്ടോ, അതൊരു മിസ്റ്ററി ആണോ, അങ്ങനെ ഇല്ലേ, ഉണ്ടോ, അങ്ങനെ അത് ഞാൻ ഗൂഗിളിലും മറ്റേലൊക്കെ സെർച്ച് ചെയ്ത് അതിന്റെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ പഠിക്കുകയാണ്. എല്ലാ പ്ലാനറ്റ്സിനെയും, അതേപോലെ പ്ലാനറ്റ്സിന്റെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ഗാലക്സീനെയും ബ്ലാക്ക് ഹോളിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഉള്ളത്തെ മിക്ക ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. എത്ര പ്രായം തൊട്ടാണ് ഇതിനോടൊരു ക്രേസ് വന്നു തുടങ്ങിയത്? 5-6 ഇയേഴ്സിന്റെ ഉള്ളിലാണ് എനിക്ക് ഒരു ക്രേസ് വന്നത്. എന്നിട്ട് അങ്ങനെ തോന്നിയതാണ്, എങ്ങനെ പ്ലാനറ്റ് ഇരിക്കുന്നു, എങ്ങനെ ഭൂമിയില് ജീവൻ വന്നു, എങ്ങനെ വെള്ളം വന്നു, അതിനൊക്കെ ഉത്തരം കിട്ടിയോ? അതിന് ഉത്തരം ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അതിൽ കിട്ടിയ ഉത്തരം കൊണ്ട് ഞാൻ ഒരു ബുക്ക് എഴുതി. അതാണ് ആകാശവിസ്മയം എന്ന ആകാശവിസ്മയം. തീർച്ചയായും ഞാൻ വായിക്കും. അപ്പൊ അതില് സ്പേസിനെ പറ്റി ഇന്ത്യത്തെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഇതുണ്ട്, പിന്നെ ISRO, നാസ, അപ്പൊ റോക്കറ്റ് ഒക്കെ ഫസ്റ്റ് ഇന്ത്യൻ റോക്കറ്റ്, അങ്ങനൊക്കെ ചന്ദ്രയാൻ 3, ചന്ദ്രയാൻ 1ഉം 2ഉം അതൊക്കെയാണ് ഞാൻ മെയിനായി നോക്കാറുള്ളത്. അതാണ് എന്റെ ഫേവറേറ്റ് ടോപ്പിക് ആയിട്ടുള്ളത്. ഇതാണല്ലേ. അതില് ആരാണ് റോൾ മോഡൽ? ഇലോൺ മസ്ക് ഒരു അമേരിക്കൻ ആളാണ്, വേൾഡ് റിച്ചസ്റ്റ് മാൻ. അയാൾ കുറെ സ്പേസ് ടെസ്റ്റുകളും അതിനെപ്പറ്റി സ്റ്റഡീസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ അതേപോലെ കണ്ടിട്ട് ആണ് സ്പേസ് ഉള്ളൊരു ടോപ്പിക്. ഇപ്പൊ മോഡലിങ്ങും ആക്ടിങ് എല്ലാം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാല് ദേവിക്കിന് വേറെയുള്ള ആഗ്രഹം സ്പേസ് അതാണ് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽസ് എല്ലാം അറിയാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അറിയാവോ? ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പൊ അറിയാവുന്നതൊക്കെ ഒന്ന് പറയാവോ? കേരളത്തിൻ്റെത് തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, ആന്ധ്രാപ്രദേശ് അമരാവതി, തെലങ്കാന ഹൈദരാബാദ്, കർണാടക ബംഗളൂരു, മഹാരാഷ്ട്ര മുംബൈ, ഗുജറാത്ത് അഹമ്മദാബാദ്, മധ്യപ്രദേശ് ഭോപ്പാല്, ഡൽഹി ന്യൂഡൽഹി, പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ്, ജമ്മു കാശ്മീരില് സമ്മറില് ജമ്മു, വിന്ററില് കാശ്മീർ, ലഡാക്കില് ലേഹ്, ഉത്തർപ്രദേശില് ലക്നൗ, വെസ്റ്റ് ബംഗാള് കൊൽക്കത്ത, സിക്കിമില് ഗാംഗ്ടോക്ക്, ബീഹാറില് പാറ്റ്ന, അങ്ങനത്തെ കുറെ. ഓക്കെ, അടിപൊളി അടിപൊളി. പേജന്റ് ഷോ ആണോ ഡിസൈനർ ഷോ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. കൂടുതൽ എനിക്ക് പേജന്റ് ആണ് ഇഷ്ടം. എന്താ? പേജന്റിൽ പങ്കെടുക്കുമ്പോ അതിൽ നമുക്ക് സബ് ടൈറ്റിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇല്ല ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് കിട്ടും. അതിന് നമ്മളെ ഇൻസ്പിറേഷൻ കൂട്ടും, കോൺഫിഡൻസ് ഇൻക്രീസ് ആക്കും. ഡിസൈനർ ഷോ എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂം ട്രൈ ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഏതാ? എത്നിക്കും ട്രഡീഷണൽ ഒക്കെ. എനിക്ക് മോഡേൺ ഡ്രസ്സാണ് കുറച്ചും കൂടി. ഇത്ര മോഡേൺ ആവണ്ട, ഒരു മീഡിയം ലെവലുള്ള മോഡേൺ ഡ്രസ്. ഓക്കെ, അപ്പൊ നമ്മള് സിനിമകളിലൊക്കെ അഭിനയവും ഡബിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണത ഉണ്ടാവുന്നത്. അപ്പം മിക്ക ആൾക്കാരും അഭിനയം ചെയ്യുന്നതാണെങ്കിലും ഡബിങ് ചെയ്യുന്നത് വേറെ ആർട്ടിസ്റ്റുകളായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നവര് വളരെ കുറച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവിക്കിന് അങ്ങനെ എങ്ങനെയായിരുന്നു അനുഭവം ഉണ്ടായിട്ടുള്ളത്? ഡബിങ് ഒക്കെ എങ്ങനെയാ ചെയ്തത്? സലാമിയ മഹദി മലയാളം മൂവി ഡബിങ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഓക്കെ. ആദ്യം ഡബിങ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെ, ഫസ്റ്റ് ടൈം ആയിരുന്നു എങ്ങനെ ഡബ് ചെയ്യണമെന്ന്. അപ്പോ ഞാൻ അവരൊരു സ്ക്രീനില് നമ്മള് അവരെ ഷോട്ട് കാണിച്ചതും ആ മൂമെന്റില് ഞാൻ അവർ ഡയലോഗ് പറയുന്നു, ആ മൂമെന്റില് അത് പറയുന്നു. അപ്പൊ മാക്സിമം ഞാൻ മൂമെന്റിന് അനുസരിച്ച് പറയുമ്പോ അത് പെർഫെക്റ്റ് ആവും. മൂവ്മെന്റ് മാത്രമാണോ? അപ്പം നമ്മളാ ചെയ്തോണ്ടിരിക്കുന്ന അത് ഇമോഷൻസും കൂടെ നമ്മള്
ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എടുക്കണം, അതേപോലെ മൂവ്മെന്റ് ആണ് ഉം. മെയിൻ, പിന്നെ ഇമോഷനും നമ്മൾ എടുക്കണം. ഉം. അതൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റായി ഡബിങ്ങിന് പോയത്. അപ്പോൾ ഫസ്റ്റ് ഒറ്റ ഡബ് ചെയ്തിട്ടുള്ളൂ. ഡബ് ചെയ്യാനൊരു ഫണ്ണ് തിങ്ങാണ്. ഫണ്ണായിരുന്നു. അത് ഡയറക്ടറിന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു. ഓക്കെ. അവിടെ വെച്ചായിരുന്നു ഡബ് ചെയ്തത്. ദേവിക്കിന് ഏതെങ്കിലും സിനിമയിലെ കഥാപാത്രം എനിക്കിത് ചെയ്താൽ കൊള്ളായിരുന്നു, ഞാനിത് ചെയ്ത് അടിപൊളിയാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു ആഡ് ഉണ്ടായിരുന്നു, അതില് ഒരു ടൂത്ത് പേസ്റ്റിന്റെ ആഡാ, കോൾഗേറ്റ്. ആ ആഡില് ഏതാ ആടാ, ആരുടെ പേരൊന്നും അറിയില്ല. കോൾഗേറ്റിന്റെ അതിലൊരു ടീത്തിന്റെ ഫ്രഷ്നെസ്സും ആ ഒരു വാൾക്കും അതൊക്കെ നല്ലതായി ചെയ്യാന് അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ദേവിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെ, മൂവീസ് വേറെ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഷോക്കായി ഉള്ളൊരു സീനുണ്ട്. പിന്നെ എനിക്ക് അപ്പുവിനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീൻ നന്നാവുമെന്ന് തോന്നിയിട്ടുണ്ട്. ദേവിക്കിന്റെ അപ്പൊ ഇനി പുതിയ പ്രൊജക്ട് ഏതാണ്? കുറെ ഷോർട്ട് ഫിലിമുകളുണ്ട്. പിന്നെ അഗ്നി പറഞ്ഞൊരു മൂവി ഉണ്ട്, അത് വിപിൻ നമ്പ്യാരുടെ ഒരു മൂവിയാണ്, അവരുടെ സെക്കൻഡ് മൂവിയാണ്. അതിന്റെ പ്രാക്ടീസുകളുടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ രണ്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു, രണ്ടും 2 ദിവസമായിരുന്നു. ഒക്കെ പങ്കെടുത്തു. അപ്പോ പിന്നെ പപ്പ നരുപ്പറ്റേന്റെ ഒരു മൂവി ഉണ്ട്, അതിന് നെയിം ഇട്ടിട്ടില്ല. അപ്പൊ അതാണ് അപ്കമിങ് ആയിട്ടുള്ള. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ദേവിക്കിന് അറിയാവുന്ന പോലെ ആൻസർ ചെയ്യുക. ദേവിക്ക് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ എന്ത് ചെയ്യും? എല്ലാവർക്കും ലീവ് കൊടുക്കും. ലീവ് കൊടുക്കോ? എന്തിന്? ആരും ജോലിക്ക് പോണ്ട, ആ ദിവസം. അതെന്താ? എല്ലാരും വെറുതെ ഇരിക്കണോ? ജോലിക്ക് പോകാതെ വെറുതെ ഇങ്ങനെ ഇരിക്കണോ? ആ ദിവസം മാത്രം, ഒരു ദിവസം മാത്രം എല്ലാവർക്കും ലീവ് കൊടുക്കും. സ്കൂളിലും കൊടുക്കും, ഓഫീസിലും കൊടുക്കും. അന്ന് എല്ലാരും എൻജോയ് ചെയ്ത് വീട്ടിലിരിക്കണം. BJP ഓർ കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ്? അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഡോറാബുജി ആരാ? കാർട്ടൂണ്. കാണാറുണ്ടായിരുന്നോ? ചെറിയ കുട്ടിയായിരുന്നപ്പോ കാണാറുണ്ടായിരുന്നോ? ബുജി ആരാ? കുരങ്ങൻ. ഡോറയോ? മനുഷ്യൻ. ചവിട്ടിയാൽ തെന്നി വീഴുന്ന രാജ്യം ഏതാ? കുസൃതി ചോദ്യാണ്. ചവിട്ടിയാൽ തെന്നി വീഴുന്ന രാജ്യം. അങ്ങനെ രാജ്യം ഉണ്ടോ? അങ്ങനെ രാജ്യം ഉണ്ട്. കുസൃതി ചോദ്യാണിത്. ക്ലൂ ഉണ്ടോ? ക്ലൂ ചവിട്ടിയാ വീഴും. ഏത് കോണ്ടിനെന്റാ പറയാൻ? ഭൂമിയിൽ തന്നെ അല്ലേ? അതെ അതെ അതെ. അറിയില്ല. ഓക്കെ, കടം പിടിച്ചു. കിട്ടുന്നില്ല അല്ലേ? ഗ്രീസ്. അതിനെന്താ? ഗ്രീസ് എന്താ? ഗ്രീസില് തോള് തെന്നി വീഴും ചവിട്ടിയ. ഗ്രീസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഗ്രീസ് നമ്മൾ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പശയല്ലേ? പശ ഉപയോഗിക്കും. അതല്ലാതെ മെയിൻ്റനൻസ് പണികൾക്കൊക്കെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഗ്രീസ് ഉപയോഗിക്കും. VD സതീശൻ ആരാണ്? മുഖ്യമന്ത്രി. അപ്പൊ പിണറായി വിജയനോ? പണ്ടത്തെ മുഖ്യമന്ത്രി. രാജഭരണമാണോ അതോ ഇപ്പത്തെ ഭരണമാണോ വേദിക്കിന് ഇഷ്ടം? ഇപ്പോഴത്തെ ഭരണമാണോ? അതെന്താ? തോന്നിയ മാതിരി. അപ്പൊ രാജഭരണമാണേലോ? രാജാവിന്റെ അത് കേൾക്കണം. ഇപ്പൊ ആകുമ്പോ തോന്നിയ മാതിരി ജീവിക്കാം. റൂൾസ് ചെയ്യണം, ബാക്കിയൊക്കെ നമ്മള്. ഓക്കെ. സൂപ്പർ കാർസ് ഒക്കെ ഏതാ ഇഷ്ടം? കോണസോക്ക് ജസ്കോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാ സൂപ്പർ കാർസിനെ പറ്റി. സൂപ്പർ കാർ പറഞ്ഞാൽ 2 ആളിരിക്കുന്ന കാറാണ്. 2 ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതെന്താ? അതങ്ങനെയാണ്. 2 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളോ? 3ാമത്തെ ആള് പറഞ്ഞാൽ എഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടി. നല്ല സ്പീഡാണ്, അതുകൊണ്ടാണ് എനിക്ക് സൂപ്പർ കാർ ഇഷ്ടം. അപ്പം ഭാവിയിൽ ഏതെങ്കിലും കാർ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഭാവിയില് പറക്കണ കാറോ ഉണ്ടെങ്കിൽ അതെടുക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ചോദിച്ചു. ഇന്ത്യനെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ഫസ്റ്റ് പ്രസിഡന്റ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് അറിയില്ല. ഫസ്റ്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യം കിട്ടിയത് 1947. മന്തോ? നിങ്ങൾക്കറിയോ? ഒരു മിനിറ്റ്, നിങ്ങൾക്കറിയോ? അത് എനിക്കറിയാം, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എല്ലാം മറന്നു പോവാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇല്ല, പറഞ്ഞു. ജവഹർലാൽ നെഹ്റു. കേരളത്തിലത്തെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ. ഗ്ലാസ് വെച്ചിട്ടുണ്ട്, വെച്ചിട്ടാ.
അറിയില്ല, നീ പറഞ്ഞു. EMS അതൊക്കെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇതൊക്കെയല്ലേ എന്റെ ക്വസ്റ്റ്യൻ? കുസൃതി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ? ഞാൻ ചെറുതാവുമ്പോൾ വലുതാണ്, ഉം. പക്ഷെ വയസ്സാവുമ്പോഴും ഞാൻ ചെറുതാവും. ചെറുതാവുമ്പോൾ അത് യങ് ആയിരിക്കുന്ന സമയത്ത് വലുതാവും, ഓൾഡ് ആയി കൂടെ നിൽക്കുന്ന സമയത്ത് അത് ചെറുതായി വരും. ബോഡി പാർട്സാ? അറിയില്ല. പെൻസിലും മെഴുകുതിരിയും. വാങ്ങുമ്പോ വലുതാകും, എന്നിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷം ചെറുതാവും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദേവിക്കാണ്. ദേവിക്ക് വളർന്നു വരുന്ന ഒരു മോഡലാണ്, ആക്ടറാണ്. അപ്പൊ പുതുതായിട്ടൊരു അപ്കമിങ് മൂവി വരുന്നുണ്ട്, അഗ്നി. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യാം. അപ്പൊ ദേവിക്കിന് ഇനി മുന്നോട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ ഇനി ദേവിക്കിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇന്റർവ്യൂ ആയിരുന്നു. എല്ലാവരും എന്റെ മൂവി വാച്ച് ചെയ്യുക. അഗ്നി ആയിരുന്ന മൂവിയാണ്. സലാമിയ മെഹദി ഉണ്ട്, അത് റിലീസ് ആവുമ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.